ഹലോ കൂട്ടുകാരെ, ഡേ 2 ഓഫ് സെൽഫ് ലവ്. ഡേ 1 ചെയ്തവർ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഡേ 1 ഡൺ എന്ന് പറഞ്ഞിട്ട്. ഡേ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ കുറേ ടോക്സിസിറ്റി നിങ്ങളുടെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യും. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അതായത് ഫൊർഗിവ്നെസ്, മാപ്പ് കൊടുക്കൽ. ഞാൻ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോന്ന് സപ്രസ് ചെയ്ത് വെച്ച് മറ്റുള്ളവർ നമ്മളോട് കുറച്ച് ഹാർഷായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് കൊടുക്കാൻ വയ്യാതെ നമ്മളങ്ങനെ പിടിച്ച് വർഷങ്ങളോളം, ഓക്കെ, മാസങ്ങളല്ല ദിവസങ്ങളല്ല വർഷങ്ങളോളം മാപ്പ് കൊടുക്കാൻ കഴിയാതെ നമ്മൾ മനസ്സിൽ ഓരോന്ന് അടക്കി പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, എന്നിട്ട് അവരുടെ പേരെഴുതുക. ഐ എം റിയലി സോറി. ഓക്കെ, എന്തോ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ എന്നോട് അങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു. അത് ഇന്ന് ഞാൻ മാപ്പ് തരികയാണ്. എൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഴുതി അത് കീറി കളയുക. ഓക്കെ, ബേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബേൺ ചെയ്യാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ സ്വയം നമുക്ക് മാപ്പ് നൽകാൻ സമയമായി. ഓക്കെ, നമ്മളെന്തിനാ നമുക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ശാപം. ഓക്കെ, അതായത് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം, പോസിറ്റീവ് അല്ല. കുറേ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാ പൈസക്കാരും ഭയങ്കര റൂഡാണ്, അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിലാണ് പണം സമ്പാദിച്ചിരിക്കുന്നത്, അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യില്ല, അവർ മറ്റുള്ളവരെ സപ്രസ് ചെയ്യാനേ നോക്കുള്ളൂ. അങ്ങനെ പണക്കാരെ കുറിച്ച് കുറേ ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പുസ്തകങ്ങളിലും മൂവീസിലും കാണേണ്ടതായിരിക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോകണമെങ്കിൽ ഇൻലോസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കില്ല. അവർ എപ്പോഴും കുശുമ്പും അസൂയ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ഒരു തരം ബിലീഫ് സിസ്റ്റം. വേറൊരു അത് ഒന്നില്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചതായിരിക്കാം. ഓക്കെ, ഇത് രണ്ട് രീതിയിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡീപ്പായിട്ട് നമ്മുടെ മനസ്സിൽ ഇൻഗ്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബിസിനസ് തുടങ്ങണവർ ചിലവർ വിചാരിക്കും ബിസിനസ് തുടങ്ങിയാൽ ഫാമിലിയിലേക്ക് ടൈം കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര ഹാർഡായിരിക്കും, സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഇപ്പോഴായിട്ട് കേട്ടുവരുന്ന വേറൊരു ബിലീഫ് സിസ്റ്റം, വയസ്സായി കഴിഞ്ഞാൽ മക്കൾ നമ്മളെ നോക്കില്ല. ചിലവിടെ അത് പ്രൂഫായിട്ട് ഇരിക്കാം. ഓക്കെ, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ വയസ്സായ മാതാപിതാക്കളെ നോക്കുന്ന മക്കളെ നിങ്ങളുടെ ചുറ്റിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പക്ഷേ വെറുതെ പറഞ്ഞു നടക്കുമ്പോൾ എന്താ വയസ്സായ എന്താ ചെയ്യാന്ന് അറിയില്ല, മക്കൾ നോക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ തക്കതായിട്ടൊരു എക്സാമ്പിൾ ഒരു സ്റ്റോറിയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ജെം ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ട് UK ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ 4 വയസ്സുള്ള സമയത്ത് അമ്മയുടെ കൂടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. എന്തോ കഷ്ടകാലത്തിന് ഡെന്റൽ സമയത്ത് ഹാർട്ട് അറ്റാക്ക് എന്തോ കാരണം കൊണ്ട് അമ്മ മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഷോക്കാവും ഈ കുട്ടിക്ക്, കാരണം 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ അവളിപ്പോഴും ഈക്വേറ്റ് ചെയ്യുന്നത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മരണം ഷുവറാണ്. ഓക്കെ, ദർ കില്ലേഴ്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റായിട്ടാണ് വളർന്നത്. അപ്പോൾ 40 ഇയേഴ്സിലാവുമ്പോൾ അങ്ങനെ ഒരു ക്യാവിറ്റി എന്തോ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു. അത് മാറ്റി വെച്ച് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പേടി. നാഷണൽ ലെവലിൽ നല്ലൊരു പ്ലെയറാണ്. ഓക്കെ, പക്ഷെ എല്ലാവരും പറഞ്ഞു, കോച്ച് എല്ലാവരും അവസാനം നിർബന്ധിച്ചിട്ട് വേദന സഹിക്കാതായപ്പോൾ അവസാനം ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടി വന്നു. ഒരു 40 വയസ്സായ സമയത്ത് ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ ഇരുന്ന് ഡെൻറ്റിസ്റ്റ് വായ തുറക്കാൻ പറഞ്ഞതോടുകൂടി അവൾക്ക് ഒരു ഷോക്ക്, ഹാർട്ട് അറ്റാക്ക് വന്ന് അവൾ മരിച്ചുപോയി. അപ്പോൾ അത്രയും സ്ട്രോങ് ബിലീഫ് സിസ്റ്റമാണ് ചിലവരുടെ മനസ്സിൽ ഇൻഗ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് നമ്മൾ ഇന്ന് നമ്മളോട് മാപ്പ് പറയണം. എന്തിന്? ഇങ്ങനെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചതിന്. അപ്പോൾ ഒരു 2 മിനിറ്റ് നിങ്ങളുടെ ടൈം എടുക്കുക. എന്നിട്ട്
ഇത്രയും കാലം ചെറുപ്പത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാമല്ലോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ് അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 എഴുതുക. എന്നിട്ട് പേപ്പറിൽ എഴുതുക, ഐ എം റിലീസിങ് ഓൾ മൈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ടുഡേ, ഐ എം റിയലി സോറി. ഓക്കെ, ഞാൻ എന്നോട് തന്നെ മാപ്പ് പറയുക. ഓക്കെ, നമ്മൾ നമ്മളോട് മാപ്പ് പറഞ്ഞ് അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു ആശ്വാസമായിരിക്കും. നമ്മുടെ മനസ്സിൽ നിന്നൊരു ബേർഡൻ പോയതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് എല്ലാവരും അത് ചെയ്യണം. നമ്മളോട് മാപ്പ് പറയുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയിൽ പോയി സ്വയം മാപ്പ് പറയുക. ഓക്കെ, ചില സമയത്ത് നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഭയങ്കര വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്കിന്നിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിനും നിങ്ങൾ മാപ്പ് പറയണം. ഓക്കെ, അപ്പോൾ വീണ, ഞാൻ എൻ്റെ വെയിറ്റിനെ കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബോഡിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഓക്കെ, ഐ റിയലി ആക്സെപ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ് ഹൗ ഐ ആം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിൽ, ക്രിയേറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിസൈനർ ചെയ്ത ക്രിയേറ്ററിനെ ഒരിക്കലും നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഐ ആം ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫൊർഗിവ്നെസ് ലെറ്റർ ഇന്ന് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ മനസ്സിലെ ഭാരം നിങ്ങൾ കുറയ്ക്കുക. മറ്റുള്ളവർക്കുള്ള ഫൊർഗിവ്നെസ് കൊടുക്കുക, സ്വയം ഫൊർഗിവ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്, ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അച്ഛനമ്മയും പറഞ്ഞത് കേട്ട് 5 കൊല്ലം മുമ്പ് ആ കോഴ്സ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ജോലി എടുത്താൽ മതിയായിരുന്നു, അങ്ങനെ കുറേ റിഗ്രറ്റ്സോട് കൂടി ജീവിക്കുന്ന പലരും ഉണ്ട്. ആ റിഗ്രറ്റ്സും ഇന്ന് നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ മാപ്പ് പറയുക. ഓക്കെ, ഞാൻ തെറ്റായ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, സാരില്ല, ഐ ആം റിയലി സോറി. ഇനി അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഡിസിഷൻസിനെ, നമ്മുടെ ഇമോഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് കംസ് അത് റിലീസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ്. സോ പ്ലീസ് ടേക്ക് ടൈം. ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ആൻഡ് ചെയ്തവർ Day 2 ഡൺ എഴുതുക, Day 1 ഡൺ എഴുതുക. കമൻറ്റ്സ് എനിക്ക് കിട്ടുന്നില്ല, അതെനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ അത് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ ഇടുക. ദിസ് ഈസ് എ സേഫ് സ്പേസ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. നല്ലൊരു ഫ്രൈഡേ എൻജോയ് ചെയ്യുക. ഓക്കെ, ആൻഡ് വീക്കെൻഡും എൻജോയ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ റിഗ്രറ്റോട് കൂടി ജീവിക്കുന്നവർക്ക് ഈ വീഡിയോ പ്ലീസ് ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.